പ്രചാരണം മുന്നോട്ടു പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ UDF പിടിക്കുമെന്ന മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥ് നിസ്സംശയം പറയുകയാണ്. തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനെ പ്രചാരണത്തിന് കാണാനില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. എങ്ങനെ ഇറങ്ങി പ്രചാരണം നടത്തുമെന്നും അഴിമതിയല്ലാതെ വേറെ എന്താണ് LDF നടത്തിയതെന്നുമുള്ള ചോദ്യങ്ങൾ കൂടി ശബരിനാഥ് ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലെത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ മത്സരിക്കുന്ന UDFന്റെ മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ മീഡിയാവിനോടൊപ്പം ചേരുന്നുണ്ട്. വിജയപ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായിട്ടും 100% വിജയപ്രതീക്ഷയാണ്. കവടിയാറിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. പല വിഷയങ്ങൾ വന്നിരുന്നു, അതെങ്ങാനൊക്കെ ബാധിക്കുമോ? രാഹുൽ മാങ്കൂട്ട വിഷയം അടക്കം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ കോൺഗ്രസും UDF എടുത്ത നിലപാടിന് അനുകൂലിച്ച് ജനങ്ങൾ നിൽക്കുകയാണ്. അതോടൊപ്പം ഇടതുപക്ഷം സമാനമായിട്ടുള്ള വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാടില്ലായ്മയും ജനങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം സമകാല രാഷ്ട്രീയ വിഷയങ്ങൾ 50 വർഷം തിരുവനന്തപുരത്ത് പിന്നോട്ടടിച്ച LDFന്റെ ഭരണം, BJPയുടെ കിരാതഭരണം, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് രക്ഷയുണ്ടെങ്കിൽ അത് കോൺഗ്രസിലൂടെ മാത്രമേ ഉള്ളൂ, UDFിലൂടെ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും. തീർച്ചയായിട്ടും 100% 51 സീറ്റിൽ കൂടുതൽ ലഭിച്ചുകൊണ്ട് UDF തന്നെ വിജയിക്കും. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, മേയർ ആര്യ രാജേന്ദ്രനെ പ്രചാരണത്തിന് പലയിടത്തും കാണാനില്ല. എന്തുകൊണ്ടായിരിക്കും? ആര്യ രാജേന്ദ്രനെ കാണാനില്ലെന്ന് മാത്രമല്ല, ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതി പറഞ്ഞ ഏത് നേട്ടം പറഞ്ഞാണ് ഇടതുപക്ഷം വോട്ട് പിടിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ വോട്ട് പിടിക്കുന്നതിൽ തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം ഇന്ന കാര്യം ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? തിരുവനന്തപുരത്തിന് വേണ്ടി കഴിഞ്ഞ 5 വർഷമോ അല്ലെങ്കിൽ വേണ്ട PK പ്രശാന്തൊക്കെ ഇരുന്ന സമയത്തെ ഇവർ അവാർഡ് കിട്ടി, അമേരിക്ക പോയി അവാർഡ് വാങ്ങിച്ചു, മറ്റേതും മറിച്ചതും പറയുന്നതല്ലാതെ ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതി പറഞ്ഞ 1, 2, 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. നമ്മൾ തിരിച്ചു പറയുന്നുണ്ട്, ആര്യ രാജേന്ദ്രന്റെ ഭരണസമിതിയുടെ സമയത്ത് ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ അന്ന് ചില ആളുകൾ പൊറോട്ടയും കറി കഴിച്ചതിന്റെ കാര്യം, ഇവിടെ SC/ST ഫണ്ട് തട്ടിപ്പിന്റെ കാര്യം, ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ, ജില്ലാ സെക്രട്ടറിയുടെ കത്ത് വാങ്ങിച്ച ആളുകൾ ജോലിക്ക് കയറിയ കഥയടക്കം 55 ദിവസത്തെ സമരം നമ്മൾ നടത്തിയടക്കം നമ്മൾ പറയുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോടിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ട ദുരവസ്ഥ ഇപ്പോഴും നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണത്തെക്കുറിച്ചൊരു നല്ല കാര്യം പറയാൻ പാർട്ടിക്ക് പോലും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവരെ ഇറക്കുന്നില്ലെങ്കിൽ ഒരു അത്ഭുതമുള്ളൂ. ജില്ലയിലടക്കം കോൺഗ്രസ് നല്ല പ്രതീക്ഷയാണ്. നല്ല പ്രതീക്ഷയാണ്. ജില്ലയിൽ കോർപ്പറേഷൻ മാത്രമല്ല, ജില്ലാ പഞ്ചായത്തുകൾ ഇത്തവണ വളരെ മികച്ച മുന്നേറ്റം ഉണ്ടാകും. കേരളത്തിലുടനീളം കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും UDFന്റെ തരംഗം തന്നെയായിരിക്കും. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം RB സനൂപ്, മീഡിയ 1.